അല്ലേ ഓൺലൈൻ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടാ മതി മതി ധാരാളം ധാരാളം സുധീഷ് എക്സലന്റ് ഉണ്ടോ അതുപോലെ നമ്മുടെ മാധവൻ സാർ നമ്മുടെ കേന്ദ്ര ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെ കേന്ദ്ര സെക്രട്ടറിയാണ് അദ്ദേഹം. കേന്ദ്ര ട്രഷററാണ്. നമ്മുടെ ഇവിടുത്തെ വളരെ വളരെ സീനിയറായ പ്രൊഡ്യൂസറാണ്. എനിക്ക് തോന്നുന്നു മാധവൻ മാധവന്റെ പടത്തിലൊക്കെ സുധീഷ് അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ ഒരു പടം എൻ്റെ ഓർമ്മയിൽ കഥ അല്ലേ അങ്ങനെ സിനിമയിലുണ്ട്. പക്ഷെ കോഴിക്കോട്ടുകാരാണ്, വളരെ അടുത്ത ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കാഴ്ചവെക്കുന്ന ആൾക്കാരാണ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മൾ ഇവരെന്താ ഒരു അപരിചിതത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം നമുക്കറിയുന്ന മുഖങ്ങളാണ്. പക്ഷെ എപ്പോഴും ഒന്ന് കാണാറില്ല, വല്ലപ്പോഴത്തേ കാണാറുള്ളൂ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. പിന്നെ കൂടുതലും മലബാറുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അല്ലാതെയും ആളുകളുണ്ട്, പല സ്ഥലത്തും വന്ന ആളുകൾ. അതുപോലെ തന്നെ സിനിമയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിച്ച നല്ല നല്ല സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് മലയാളികൾക്ക് ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച അത്രയും കാര്യങ്ങൾ ചെയ്ത ആളുകൾ, സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം അത്രയും 64 വർഷം മുമ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ സംഘടന അതിന് യാതൊരു കോട്ടവും തട്ടാതെ, അതെന്ന് വെച്ചാൽ വലിയ വലിയ പ്രഗത്ഭൻ ഇരുന്ന കസേരകളാണ്. പ്രസിഡന്റായും സെക്രട്ടറിയായൊക്കെ എത്രയോ വലിയ കഴിവുള്ള ആളുകളൊക്കെ ഇരുന്ന ആ കസേരകളിൽ മാറി മാറി ആളുകൾ ഇരുന്ന് അത് അതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഒരു കോട്ടവും തട്ടാതെ ഇത്രയും കാലം മുന്നോട്ട് പോകാൻ സാധിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇവിടെ വരാറില്ലെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാറുണ്ട്, അഭിമാനം കൊള്ളാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വാർഷിക